പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 16 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വീണ്ടും ഒരു സമയം ഒരുക്കി തന്നിരിക്കുക. ഈ സമയം ലഭിക്കാതെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചിരിക്കുക. അതുകൊണ്ട് സന്തോഷത്തോടെ കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ അങ്ങ് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കുക. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വാത്സല്യം വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. നല്ല രാത്രികാലം ഉറക്കം തന്നതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കൈതാത്തിലല്ല, കൈ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അതുപോലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയ ഉത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് ആമേൻ, നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുന്നവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതെ വിശന്നിരുന്നാലും അങ്ങേ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവ് വരികയില്ല. അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ആമേൻ 108 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിണരുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. യഹോവേ, വംശങ്ങളിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിന് കീർത്തനം പാടും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഇത് കർത്താവിനോട് സംസാരിക്കുന്ന സമയമാണ്. അശ്രദ്ധരാകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. ഏകാഗ്രതയോടെ വളരെ ഭയത്തോടും വളരെ 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 ദൈവിക നിറവിൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ചാട്ട്. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ ഇവരെവിടെയാണെങ്കിലും ഇപ്പോൾ അങ്ങയുടെ കരം അവരെ സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് അവരെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം. ഭയവും നിരാശയും മൂടിയിരിക്കുന്ന ചിലർ ഇപ്പോൾ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഭയത്തെ വിട്ടിട്ട്, നിരാശയെ വിട്ടിട്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതകരമായ ഒരു വലിയ മാറ്റം അവരുടെ ലൈഫിൽ കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതകരമായ ചില വാതിലുകൾ ഈ പകൽക്കാലം തുറക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും രോഗബന്ധനങ്ങളും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പരിപൂർണ സൗഖ്യം രോഗത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്നവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. അങ്ങ് ആശ്വസിപ്പിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. ആമേൻ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തതിനായിട്ട് സ്തോത്രം. മാറാ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ടെസ്റ്റുകളും ഇപ്പോൾ ആമേൻ ആമേൻ നെഗറ്റീവായി മാറട്ടെ. ആമേൻ. രോഗമുണ്ടെന്നുള്ള ടെസ്റ്റ് റിസൾട്ട് അല്ല വരട്ടെ, രോഗമില്ല എന്ന റിപ്പോർട്ടുകൾ വരട്ടെ. ഓപ്പറേഷനുകളെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്തു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുറമേ ഒരു മുറിവില്ലാതെ സ്വർഗീയ സർജറി ഇപ്പോൾ നടക്കട്ടെ. ആമേൻ. ഡോക്ടർമാർ പറയേണ്ട സർജറികൾ ഇനി വേണ്ട എന്ന് പറയത്തക്ക വിധത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം പറയുന്നു. നാളത്തെ സഭായോഗത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി. സകല മഹത്വം പുകച്ചേപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 8:15 ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. ഇന്ന് പകൽക്കാലം പ്രിപ്പറേഷൻ ഡേ ആണ്.
ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ട പകൽക്കാലമാണ്. ഉപവസിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് നാളത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ആ മീറ്റിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 4 and 5. അവിടെ പറയുന്നു, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകം നമുക്കറിയാം 2 മുതൽ ഉള്ള അധ്യായങ്ങളിൽ ഓരോ സഭകളോടും ഉള്ള ദൂതുകളാണ് പറയുന്നത്. 7 സഭകളോടുള്ള ദൂതുകളാണ് പറയുന്നത്. അതിനകത്ത് എഫോസോസിലെ സഭയോട് പറഞ്ഞ ദൂതാണിത്. എഫോസോസിലെ സഭയോട് പറയുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നലുകൾക്കുള്ള നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നീ സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എത്ര നല്ല ക്വാളിറ്റിയാണ് ആ ചർച്ചിനുള്ളത്. ആമേൻ. ഒന്ന് ചിന്തിച്ച് നോക്കി, കർത്താവരുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയൊക്കെ നോക്കി അവർ കൊള്ളരുതാത്തവരെ അവർ സഹിച്ചുകൂടാതെ അപ്പോസ്തലന്മാരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ കർത്താവ് അവർ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാൻ. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സഭയോട് പറയുക, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം അത് നീ വിട്ടുകളഞ്ഞു. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. നമ്മൾ ആ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഭയങ്കര പ്രവർത്തനമായിരിക്കും. നമ്മുടെ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണ്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, അധികാലത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ഒഴുകി ധാരധാരയായി ഒഴുകുന്നു. ആമേൻ. അതുപോലെ ആരെ കണ്ടാലും കർത്താവിനെക്കുറിച്ച് പറയാനുള്ള ആ ഒരു വലിയ ആഗ്രഹമുണ്ടാകുന്നു. ദൈവവചനം താത്തുവെക്കുന്നില്ല, ബൈബിൾ എപ്പോഴും വായിക്കുക. ആരാധനയ്ക്കാണെങ്കിൽ സമയത്തിന് മുമ്പേ പോകും, ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും. ഇതെല്ലാം കർത്താവ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആമേൻ. ആരാധനയ്ക്ക് ഏറ്റവും ആദ്യം പോകുന്നതും ഏറ്റവും ഒന്നാമത് പോയിരിക്കുന്നതും, ആമേൻ, ദൈവവചനം താഴ്ത്തു വെക്കാതെ സമയം കിട്ടുമ്പോൾ എല്ലാം ദൈവവചനം വായിക്കുന്നതും, പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുന്നതും, അധികാലത്ത് ഉണരുന്നതും, രാത്രിയുടെ യാമങ്ങളിൽ ഉണരുന്നതും, ആമേൻ, ഇതൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ആരെ കിട്ടിയാലും അവരോടൊക്കെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ആ ഒരു തീക്ഷ്ണതയുള്ള ആ ഒരു അനുഭവം, ഇതെല്ലാം കർത്താവ് അറിയുക. പക്ഷേ ഈ എഫെസോസ് സഭയോട് പറയാം, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം, ഈ ആദ്യമുണ്ടായിരുന്ന ഫസ്റ്റ് ലവ് ഉണ്ടല്ലോ, ആമേൻ, അതങ്ങ് വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഈ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ വിവാഹമൊക്കെ കഴിയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം, ഭയങ്കര ആനന്ദം, ഒന്നിച്ച് യാത്രകൾ ചെയ്യുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്ന് വെച്ചാൽ അതുപോലുള്ള ആദ്യ സ്നേഹം കർത്താവുമായിട്ടുള്ള ആ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, ആദ്യമായിട്ടൊന്ന് സുവിശേഷം കേട്ടപ്പോൾ, ആദ്യമായിട്ടൊരു പ്രാർത്ഥനയ്ക്ക് പോയി, ആമേൻ, ഒരു ദൂതൊക്കെ കേട്ടു, കർത്താവ് നമ്മളെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവങ്ങളൊക്കെ അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞു എന്ന് നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാനിടവരും. നമ്മുടെ ആദ്യ സ്നേഹം അവസാനത്തോടെ നിലനിർത്തണം. എന്നിട്ട് പറയാം, നീ ഏതിൽ വീണു എന്ന് ഓർത്ത്, എവിടെയാണ് നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടം? അപ്പം നമ്മളിരുന്ന് ചിന്തിക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ ആദ്യ സ്നേഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? എൻ്റെ പാട്ട് പാടുന്നതിലും ബൈബിൾ വായിക്കുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ വന്നിട്ടുണ്ടോ? പണ്ടത്തെ പോലെ ആരാധനയ്ക്ക് പോകാനുള്ള ഒരു തീക്ഷ്ണത എന്നിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളിരുന്ന് ചിന്തിച്ച് നോക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ എന്തു പറ്റും? അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറവ് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാ പറഞ്ഞത്, ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പം പണ്ട് എങ്ങനെയായിരുന്നു? ആ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തുണ്ടായിരുന്ന അതേ അനുഭവത്തിൽ അന്ന് ആരാധനയ്ക്ക് അധികാലത്ത് പോകുമായിരുന്നെങ്കിൽ ഇന്നും പൊക്കോണം. ഏറ്റവും ഫ്രണ്ടിലായിരുന്നെങ്കിൽ ഒട്ടും പുറകോട്ട് പോകല്ലേ. ആമേൻ. പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും വർദ്ധിപ്പിക്കണം. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിൻ്റെ ആദ്യ സ്നേഹത്തിൽ നീ നിലനിന്നോണം. കർത്താവ് അത് ആഗ്രഹിക്കുക. കർത്താവിന് അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് താങ്ങാൻ
കർത്താവിന് താല്പര്യമില്ല, അതും കർത്താവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥനയിലായാലും എവിടെയാണോ കുറവ് വന്നിട്ടുള്ളത് അതൊന്നുകൂടെ ഒന്ന് ധ്യാനിച്ച് ദൈവസന്നിധി ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ഈ ദിവസങ്ങളിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും എവിടെയൊക്കെയാണ് ആദ്യ സ്നേഹം കുറഞ്ഞു പോയത്, എവിടെയൊക്കെയാണ് പഴയ പോലെ സ്നേഹമില്ലാത്തത്. ഇതെല്ലാം കർത്താവ് നമ്മളെ ഓർപ്പിക്കും. അതിലേക്ക് മടങ്ങി വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. ആമേൻ, ഹല്ലേലൂയ. നമ്മളെല്ലാവർക്കും ഭീതിയായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.